നല്ല മഴയത്താണ് ഞങ്ങൾ ഈ വില്ല കാണാൻ വേണ്ടി പോയത്. പക്ഷെ ആ മഴയത്ത് ആ വൈപ്പറിൻ്റെ ഇടയിൽ കൂടെ ആ വീട് കാണാൻ ഒരു ഭംഗിയുണ്ട്. നല്ല പൊക്കമുള്ള സ്ഥലത്ത് കുറേ വില്ലാസ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. വളരെ ശാന്തമായ സ്ഥലം. ഞങ്ങൾ 2 മിനിറ്റ് കാറിനകത്ത് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മഴയൊന്ന് തോർന്നു. ഇപ്പോഴത്തെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി വില്ല കാണാൻ വേണ്ടി. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. കൊള്ളാം. നല്ല ഒരു ഗ്രീനറി ആയിട്ടുള്ളൊരു സ്ഥലം. ഫ്രണ്ടിലത്തെ റോഡ് തന്നെ ഒരു 5 മീറ്റർ റോഡുണ്ട്. അപ്പം നമുക്കിപ്പം ഗസ്റ്റ് വല്ലതും വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരു വണ്ടി ഇട്ടാൽ വേറൊരു വണ്ടി പോയിക്കോളും. അതുപോലെ എത്ര വലിയ നീളമുള്ള വണ്ടിയാണെങ്കിലും ഈ കാർ പോർച്ചിനകത്ത് ഇടാൻ പറ്റും. പിന്നെ എൻ്റെ വൈഫ് ആദ്യം തന്നെ ഓടിക്കയറി നോക്കിയത് കിച്ചനാണ്. അടിപൊളി കിച്ചൺ കേട്ടോ. എനിക്ക് ആ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്യാച്ചിങ് കളറാണ്. ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ആ കിച്ചൺ വളരെ ഭംഗിയാണ്. പറഞ്ഞാൽ നമ്മുടെ വയറ്റിലേക്ക് ഭക്ഷണം പോകുന്ന കിച്ചണിൽ നിന്നല്ലേ. സോ പുള്ളിക്കാരി ആദ്യമേ ഓടിക്കയറി നോക്കിയത് കിച്ചനാണ്. നമുക്ക് വലതുകാല് വെച്ച് ഞാൻ മേടിക്കാൻ പോകുന്ന വീടെന്നുള്ളൊരു രീതിയിൽ കയറി നോക്കാം. കൊള്ളാം. ഇതാണ് സിറ്റിംഗ് റൂം. സിറ്റിംഗ് റൂമിൽ TV വെക്കാനുള്ളൊരു സ്ഥലമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊള്ളാം. TV വെക്കാനും നമ്മൾ സൗണ്ട് ബോക്സ് വെക്കാനൊക്കെ ഫ്രണ്ട് റൂമിൽ ഉള്ള സൗകര്യമുണ്ട്. അത്യാവശ്യം നമുക്കൊരു 3 സീറ്റ് സെറ്റിയും എല്ലാ കാര്യങ്ങളും ഇടാനുള്ളൊരു സൗകര്യം. നല്ലൊരു ലിവിങ് റൂം. മുകളിൽ പാനലിങ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വയ്ക്കാനുള്ളൊരു സൗകര്യമുണ്ട്, ഷെൽഫ്സ് പോലെ. പിന്നെ വളരെ വിശാലമായൊരു ഡൈനിങ് സ്പേസാണ്. നമ്മുടെ 8 സീറ്റ് ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റും. എന്നാൽ 8 പേർക്ക് ഇരുന്ന് കഴിക്കാം. പിന്നെ ആ ഡൈനിങ് സ്പേസിൻ്റെ അവിടെ തന്നെ ഒരു വലിയൊരു വിൻഡോ ഉണ്ട്. പിന്നെ ഒരു പ്ലാന്റ്സിൻ്റെ സ്പേസ് ഒക്കെ നമുക്കൊരു ഗ്രീനറിക്കകത്ത് ഇരുന്നിട്ട് എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് ഫീലിംഗ് കാണും നമ്മുടെ ഡൈനിങ് റൂമിൽ നിന്ന് കഴിക്കുമ്പോൾ. പിന്നെ നമ്മൾ താഴത്തെ ആദ്യത്തെ ബെഡ്റൂം. എനിക്കും വൈഫിനും താഴെ ഓരോ ബെഡ്റൂം വേണം. അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ്. അതുകൊണ്ട് താഴത്തെ 2 ബെഡ്റൂം ഉള്ളത് തന്നെ ഞങ്ങൾ ചൂസ് ചെയ്തു. ഇത് അതിൻ്റെ ബാത്റൂം. നല്ല ഒരു സിമ്പിൾ രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വാഷ് സ്പേസ് ഉണ്ട് നമ്മുടെ ഇതിനകത്ത് ഡൈനിങ് റൂമിൽ തന്നെ. 2ാമത്തെ ബെഡ്റൂം, താഴത്തുള്ള 2ാമത്തെ ബെഡ്റൂം. നല്ലൊരു കബോർഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. എനിക്ക് ആ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കബോർഡ് വർക്ക്സിൻ്റെ അതിനും ബാത്റൂമുണ്ട്. നല്ലൊരു സിമ്പിൾ ബാത്റൂം. നല്ല കോസ്റ്റ്ലി ലക്ഷറി ഫിറ്റിങ്സ് ആണ് കേട്ടോ. ഫിറ്റിങ്സ് ഒക്കെ കൊള്ളാം. എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ്. പണി നടക്കുന്നേ ഉള്ളൂ. പണി ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് റൂം തന്നെയാണിത്. നല്ല സ്പേഷ്യസ് ഡൈനിങ് റൂം ആട്ടോ.
8 പേർക്ക് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കാം. പിന്നെ മുകളിലേക്ക് പോവാണ്, ഫസ്റ്റ് ഫ്ലോറിലേക്ക്. സ്റ്റെപ്സ് കണ്ടോ, നല്ല തടി, നല്ല പണ്ടത്തെ നമ്മുടെ എസ്റ്റേറ്റ്സിലൊക്കെയുള്ള ബംഗ്ലാവ് പോലെ തടിയുടെ സ്റ്റെപ്സാണ്. ഗ്ലാസിൻ്റെ സൈഡും ഒരു നടന്ന് കയറുന്ന ഒരു സുഖമാണ്. അങ്ങനെ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലെത്തി. ഈ അപ്പർ ലിവിങ് സ്പേസിൽ ഉള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താഴത്തുള്ള അതേ സ്പേസ് മുകളിലുണ്ട്. അല്ല, ഒരുപാട് സ്പേസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മുകളിലൊരു പാർട്ടി നടത്താനുള്ള സ്പേസ് ഉണ്ട്. അവിടെയും നമുക്ക് TV വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണുള്ള ഒരു നല്ലൊരു വലിയ ബാൽക്കണി കേട്ടോ. ആ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പം ഇറ്റ് ലുക്സ് ഗുഡ് അല്ലേ, ബ്യൂട്ടിഫുൾ. പിന്നെ മുകളിലത്തെ മുകളിലത്തെ ബെഡ്റൂം. മുകളിൽ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, അതിനകത്ത് കബോർഡ് വർക്ക്സ് ഉണ്ട്. കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, ബ്യൂട്ടിഫുൾ. പിന്നെ അതിൻ്റെ ബാത്റൂം, സിമ്പിൾ ബാത്റൂംസ്, ഇതിനകത്ത് ഫിറ്റിങ്സ് ഒന്നും വെച്ചിട്ടില്ല, വയ്ക്കും. നമ്മളതിൻ്റെ കൺസ്ട്രക്ഷൻ ഫൈനൽ സ്റ്റേജിലാണ്. എല്ലാം നല്ല കോസ്റ്റ്ലി ഐറ്റംസാണ് വെച്ചേക്കുന്നത്. കണ്ട ആ ലൈറ്റ് കണ്ട, സെൻറ്റർ ലിവിങ് റൂം എന്ന് വെച്ചാൽ മുകളിലത്തെ അപ്പർ ലിവിങ് റൂമിലുള്ള ലൈറ്റ്. അടുത്ത ബെഡ്റൂം, മുകളിലുള്ള അടുത്ത ബെഡ്റൂം കൊള്ളാം. അതിനകത്ത് പക്ഷേ കബേർഡിൻ്റെ കളറ് മാറ്റിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാത്റൂമുണ്ട്, 4 ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. 4 ബെഡ്റൂംസ്, 4 ബാത്റൂംസ്. പിന്നെ മുകളിലത്തെ ആ ഒരു ലിവിങ് സ്പേസ് വളരെ നല്ലതാണ്. നമുക്കൊരു ചെറിയൊരു പാർട്ടിയൊക്കെ നടത്തണമെങ്കിൽ കൊള്ളാം, അടിപൊളി. നല്ലൊരു ഓപ്പൺ സ്പേസ് പോലെ, എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ എയർ കയറും. പിന്നെ മുകളിൽ തന്നെ ഒരു ബാൽക്കണി എന്ന് വെച്ചാൽ നമുക്കൊരു തുണിയൊക്കെ വിരിച്ചിടാനും ഒക്കെ ആയിട്ട്, വാഷിംഗ് മെഷീൻ വെക്കാനും ഒക്കെ ആയിട്ട് ഒരു സ്ഥലം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മഴക്കാലമല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ മുകളിൽ ലിവിങ് സ്പേസിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയതല്ല, അത്യാവശ്യം വലിയൊരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണി ഒന്ന് കാണാം. കണ്ടോ, നല്ലൊരു ബാൽക്കണിയാണ്. രാത്രിയൊക്കെ ഒന്ന് ഇറങ്ങിയിരിക്കാം. 2 സ്മോൾ അടിച്ച് അങ്ങോട്ട് കുത്തിയിരിക്കാൻ വളരെ നല്ലൊരു സ്ഥലമാണ്. ഈ വീടിന് വില പറയുന്നത് 1 CR. വിളിക്കുക 9946644666. കളമശ്ശേരിക്ക് സമീപമാണ് ഈ വീട്. വിളിക്കുക.